ഹായ്! നമ്മളെല്ലാവരും കൂടിയിട്ട് ഇന്ന് എത്യോപ്യൻ ഫുഡ് കഴിക്കാൻ പോവാണ്. നമ്മൾ 3 പേരും ഇവിടുന്ന് റെസ്റ്റോറൻറ്റിലെത്തും. നമ്മുടെ ഫ്രണ്ട്സും അവരവിടെ ജോയിൻ ചെയ്യും. അങ്ങനെയാണ് പ്ലാൻ. കുറച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര നല്ല രസമുണ്ടായിരുന്നു. തണുപ്പുമുണ്ട്. നല്ല തണുപ്പായിരുന്നു ആക്ച്വലി. അങ്ങനെ നമ്മൾ റെസ്റ്റോറൻറ്റിലെത്തി. അവിടെ ഫ്രണ്ട്സ് എല്ലാം വന്നു. ഇതായിരുന്നു നമ്മൾ ഓർഡർ ചെയ്ത സാധനം. അപ്പോൾ എൻ്റെ ബർത്ത്ഡേ ലഞ്ചിന് വേണ്ടിയിട്ട് നമ്മൾ 2 ഫ്രണ്ട്സും കൂടി, നമ്മൾ 2 അല്ല സോറി 3 പേരും കൂടി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു. ഇത് വെജാണ് കേട്ടോ, എല്ലാം വെജ് സെക്ഷനാണ്. പക്ഷേ ബാക്കി ഇതൊക്കെ മീറ്റുകളാണ്. മുട്ടയുണ്ട്, ബീഫുണ്ട്, മട്ടനുണ്ട്, ചിക്കനുണ്ട്, എല്ലാം കൂടിയിട്ടുള്ളൊരു പ്ലേറ്ററാണ്. അതിൽ റൗണ്ട് ചുരുട്ടി വെച്ചിരിക്കുന്നത് ഒരു ദോശ പോലത്തെ ഒരു സാധനമാണ്. പക്ഷേ ഇവരുടെ ഒരു ഐറ്റമാണത്. കുഞ്ഞു അവിടെ ഇരുന്ന് കളിക്കുകയൊക്കെ ചെയ്തു. അവൾക്കിങ്ങനെ ആ ഒരു സാധനം ട്രൈ ചെയ്യാൻ കൊടുത്തു. പക്ഷെ അവൾക്ക് ഇഷ്ടമായില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കരയാൻ തുടങ്ങി. ഇതായിരുന്നു നമ്മുടെ പ്ലേറ്റിൻ്റെ അവസ്ഥ. പക്ഷേ എൻ്റെ ഹസ്ബൻഡൊന്നും വയറ് നിറഞ്ഞില്ല എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് മതിയായെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ അവളെ എടുത്തിട്ട് ഞാനങ്ങ് റെസ്റ്റോറൻറ്റൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോയി. അപ്പോഴേക്കും അവർ രണ്ടാമത് വേറെ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തു. നമ്മളിങ്ങനെ റെസ്റ്റോറൻറ്റൊക്കെ അവിടെ നോക്കി കാണുകയാണ്. നല്ല രസമുണ്ടായിരുന്നു ആക്ച്വലി. അവരിങ്ങനെ എത്യോപ്യൻ കൾച്ചർ ഇങ്ങനെ കാണുന്ന രീതിയിൽ കുറേ സാധനങ്ങളൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. കുറേ ഇങ്ങനെ അവരുടെ ലെറ്റേഴ്സ്, ലാംഗ്വേജിൻ്റെ ലെറ്റേഴ്സ് എല്ലാം ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതായിരുന്നു റെസ്റ്റോറൻറ്റിൻ്റെയൊക്കെ ഭാഗങ്ങൾ. നല്ല 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 ആംബിയൻസ് ആയിരുന്നു ആക്ച്വലി. നമ്മളങ്ങനെ പോയിട്ടില്ലാത്ത ഒരു ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ഇവർ രണ്ടാമത് ഓർഡർ ചെയ്തതാണ്. അത് മട്ടൻ്റെയും ബീഫിൻ്റെയും എന്തോ ഐറ്റമാണ്. അപ്പം അവരിവിടെ ഇരുന്ന് കഴിക്കുകയാണ്. പക്ഷെ എനിക്ക് ഫുള്ളായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ ഇവളെ എടുത്തിട്ട്, അല്ലെങ്കിൽ പിന്നെ അവർക്ക് കഴിക്കാൻ പറ്റത്തില്ല. പിന്നെ ഒരു ടീയും ഉണ്ടായിരുന്നു. അതെന്തോ സ്പെഷ്യൽ എന്തോ ടീ ആണ്. അത് കുഴപ്പമില്ലായിരുന്നു. ഇത് കണ്ടോ, ഇങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കാണ് ഓരോരോ സാധനങ്ങൾ. സീറ്റിംഗ് തന്നെ വേറെ റെസ്റ്റോറൻറ്റിൽ നോക്കുമ്പോഴത്തേക്കും ഡിഫറെൻ്റ് ആണ്. അവരുടെ ആ ഒരു നമ്മൾ കഴിക്കുന്ന രീതിയായാലും ടേബിളും എല്ലാം തന്നെ ഭയങ്കര യുണീക്കായിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റാണ് ആക്ച്വലി. അത് കഴിഞ്ഞ് നമ്മൾക്ക് കുനാഫ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു മിഡിൽ ഈസ്റ്റ് റെസ്റ്റോറൻറ്റിലോട്ട് വന്നു. കുനാഫ മിക്കുള്ളവരും കുനാഫ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോഴേക്കും നമ്മളിവിടെ വന്നു. ഞാൻ നാട്ടിലൊക്കെ വെച്ച് ട്രൈ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുനാഫ. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തത് ചീസ് ഫില്ലിംഗ് ആയിട്ടുള്ള കുനാഫയായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു. നമ്മൾ 2 ലാർജാണ് പറഞ്ഞത്. നമ്മളൊരു 7-8 പേരുണ്ടല്ലോ. അപ്പം തന്നെ നമ്മളത് കാലിയാക്കി. കാര്യം എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ 2 പ്ലേറ്റും കാലിയാക്കി. അതുപോലെ തന്നെ ഞാൻ പറയാൻ വിട്ടുപോയി, നമ്മൾ 2 ബക്ലാവ കൂടി പറഞ്ഞായിരുന്നു. ഒരു പിസ്താഷ്യേൻ്റെയും ഒരു കാഷ്നട്ടിൻ്റെയും ബക്ലാവയാണ് പറഞ്ഞത്. അത് നമ്മളിങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചതാണ്. ടേസ്റ്റ് ചെയ്തു. പിന്നെ ഒരു ടീ ഉണ്ടായിരുന്നു. ടീ നല്ല ടീ ആയിരുന്നു. ഇങ്ങനെ സ്പൈസസ് ഒക്കെ ഇട്ട ടീ. നമുക്ക് വീണ്ടും വേണമായിരുന്നു. അപ്പോൾ നമുക്ക് തന്നെ പോയി എടുക്കാം. അപ്പോൾ അവൻ പോയി ഇങ്ങനെ എടുത്തുകൊണ്ട് വരാണ്. ഇത്രേ ഉള്ളൂ. ബായ്.